അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സൊറാവർ ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകും. ടാങ്കിന്റെ അവസാനവട്ട ട്രയൽ റൺ നവംബർ 21 മുതൽ ഡിസംബർ 15 വരെ ലഡാക്കിൽ നടക്കും. സമതലങ്ങളിലും മരുഭൂമിയിലും വിജയകരമായ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷമാണ് സൊറാവാർ പർവ്വത നിരകളിലേക്ക് എത്തുന്നത്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന വിന്യസിച്ച മൗണ്ടൻ ടാങ്കുകളുടെ ഭീഷണി നേരിടാൻ സൊറാവാറിന് കരുത്തുണ്ട്. ഭാരം കുറവായതിനാൽ T-72, T-90 ടാങ്കുകളേക്കാൾ അതിവേഗത്തിൽ പർവ്വതങ്ങളിലും മരുഭൂമികളിലും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും ഇവയെ ഉപയോഗിക്കാം. മിസൈൽ ഫയറിംഗ് ഉൾപ്പെടെ നിലവിലെ ടാങ്കിന് തുല്യമായ ഫയർ പവറും ഇതിന് ഉണ്ടായിരിക്കും. DRDOയും ലാർസൻ ആൻഡ് ടൂബ്രോയും സംയുക്തമായാണ് സൊറാവാർ വികസിപ്പിച്ചത്. 25 ടണ്ണാണ് ഇതിന്റെ ആകെ ഭാരം. സാധാരണ ടാങ്കുകൾക്ക് 50 ടണ്ണിലധികം ഭാരമുണ്ട്. ചിറ്റപ്പുലി പോലെ പർവ്വതം കയറാനാണ് ഭാരം 25 ടണ്ണാക്കി ചുരുക്കിയിരിക്കുന്നത്. വിമാനത്തിൽ കയറ്റിയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം. വടക്കൻ അതിർത്തിയിലും ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ലൈറ്റ് ടാങ്കുകൾ അത്യാവശ്യമാണ്. മൊത്തം 384 ലൈറ്റ് ടാങ്കുകൾ വാങ്ങാനാണ് സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 59 ടാങ്കുകൾക്കാണ് ഓർഡർ നൽകിയത്. 19ാം നൂറ്റാണ്ടിലെ ലഡാക്കിലെ ഡോഗ്ര ജനറൽ സൊറാവാർ സിംഗിന്റെ സ്മരണാർത്ഥമാണ് ടാങ്കിന് ഈ പേര് നൽകിയത്. ഫയർ പവർ, സംരക്ഷണം, നിരീക്ഷണം, ആശയവിനിമയ ശേഷി എന്നിവ ഒരുപോലെ സന്നിവേശിപ്പിച്ച ടാങ്കിന് ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും വലിയ പർവ്വതം കയറ്റക്കാരൻ എന്ന പേരും ഉണ്ട്. അത്യാധുനിക റഡാർ സംവിധാനമുള്ള ഇവയെ ഉയർന്ന പ്രദേശങ്ങളിൽ അതിവേഗം വിന്യസിക്കാനും സാധിക്കും. നേരത്തെ സമുദ്രനിരപ്പിൽ നിന്നും 14,500 അടി ഉയരത്തിൽ യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 2 കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യം ഒരുക്കിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ കേന്ദ്രമാണ് ഇത്. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ന്യോമിലാണ് സൈന്യം ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് 500-ലേറെ യുദ്ധ ടാങ്കുകളും ഇന്ത്യൻ സൈന്യം എത്തിച്ചിട്ടുണ്ട്. ടാങ്കുകൾക്ക് പുറമെ BMP കോമ്പാക്ട് വെഹിക്കിളുകളും ഇന്ത്യൻ നിർമ്മിത ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകളും കിഴക്കൻ ലഡാക്കിൽ വിന്യസിച്ചിട്ടുണ്ട്. 2020 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾക്കിടയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് ടാങ്കുകൾ അടക്കമുള്ള കവചിത പ്രതിരോധ വാഹനങ്ങൾ കിഴക്കൻ ലഡാക്കിൽ എത്തിയതും ഇപ്പോൾ ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ വരെ നിർമ്മിച്ചിരിക്കുന്നതും. ലഡാക്കിലെ ന്യോമിലും DBO സെക്ടറിലെ DS റോഡിലുമായിട്ടാണ് 2 ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രങ്ങളും സൈന്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ടാങ്കുകളടക്കമുള്ള കവചിത വാഹനങ്ങൾക്കും ഉപകാരപ്പെടും. T-90, T-70 ടാങ്കുകളും BMP സോവിയറ്റ് ടാങ്കുകളും മോട്ടാറുകളേക്കാൾ വലിയ പീരങ്കി ആയുധങ്ങളായ ഹോവിസ്റ്ററുകളും ലഡാക്കിനോട് ചേർന്നുള്ള ചൈനീസ് അതിർത്തിയിൽ പലയിടങ്ങളിലായിട്ടാണ് ഇന്ത്യൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി ഇന്ത്യ ചൈന അതിർത്തിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട്. ഇരു രാജ്യങ്ങളും 1,00,000-ലേറെ സൈനികരെ അതിർത്തിയിൽ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി നടന്ന തുടർച്ചയായ ചർച്ചയുടെ ഫലമായി സൈനിക പിന്മാറ്റം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും ജാഗ്രത കൈവിട്ടിട്ടില്ല. അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചൈനയും ഇന്ത്യയും വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.